ഹലോ, ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷ് ഉണ്ടാക്കാം അല്ലേ? നമ്മൾ നല്ലൊരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്നാൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ ഡിഷാണ് കേട്ടോ അത്. വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം. ഇതിൽ 2-3 കാര്യങ്ങൾ ഞാൻ കൂടുതൽ ചേർത്തിട്ടുണ്ട്. അതെന്താണെന്ന് അറിയണമെങ്കിൽ വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ. നിങ്ങളത് ബ്രേക്ക് ചെയ്യരുത്. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിത് എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് അവസാനം വരെ കാണണം. ഓക്കെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ റൈസാണ്. അപ്പോൾ ഇതിന് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ടൊമാറ്റോ തന്നെയാണ് അല്ലേ. ഞാനൊരു 3 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഒരു വലുതും 2 മീഡിയം സൈസ് ആയിട്ടുള്ള ടൊമാറ്റോ ആണ്. ഇനി നമുക്ക് ഡിഷ് എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ കാണാം. അതിലേക്കായിട്ട് ഞാൻ ഒരു ചെറിയ പീസ് കറുവാപ്പട്ട, ഒരു വലിയ ഏലക്ക, 3 ഗ്രാമ്പൂ, 3 ഏലക്ക, സാധാരണ ഏലക്ക, കുരുമുളക്, തേജ്പത്തി, ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണം ജീരകം, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അല്പം കായം കൂടി ചേർക്കുന്നുണ്ട്. ഇതാണ് ഞാൻ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത്, കായം. ഓക്കെ, ഇനി നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മല്ലിയില, പകുതി സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും കൂടി ചേർക്കണം. ഞാനൊരു കപ്പ് അരി എടുത്ത് വെച്ചിട്ടുണ്ട്, പച്ചരി. ഇത് ബസ്മതി റൈസ് അല്ല, നല്ല ചെറിയ സൈസ് അരിയാണത്. ബിരിയാണി ഉണ്ടാക്കാനൊക്കെ ഒത്തിരി സൂപ്പറായിട്ടുള്ള അരിയാണ്. വെന്ത് കുഴയത്തുമില്ല, എന്നാൽ നല്ല സോഫ്റ്റായിട്ട് വേവുകയും ചെയ്യും. നല്ല അടിപൊളി അരിയാണ് കേട്ടോ അത്, ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കാനും. അടുത്തതായിട്ട് ഞാൻ ഒരു പ്രഷർ കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർത്തു. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്നത് മസാലകളെല്ലാം കൂടി ചേർത്തു കേട്ടോ. അതൊന്ന് ചൂടാക്കി, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ് ചൂടാക്കുന്നത്. പിന്നെ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കുക. ഒരു പകുതി സവാള എടുത്തിരിക്കുന്നത് ഞാൻ. സവാളയുടെ ഒരു പച്ച ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചൂടാക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്ത് വെച്ചിട്ട് ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ അതിനകത്ത്. അടുത്തതായി ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർക്കാം. അതൊന്ന് അല്പം ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്തു. 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഈ വെള്ള മുളക് പൊടിയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർത്തു. 1/4 ടീസ്പൂൺ ഗരം മസാല. എല്ലാം കൂടി നല്ലമാതിരി ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഉപ്പ് ചേർക്കേണ്ടത് അത്യാവശ്യമാണല്ലോ. അപ്പം നമുക്ക് ആവശ്യത്തിന് അല്പം ഉപ്പ് കൂടി ചേർത്തേക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്തേക്കണേ. ഈ റെസിപ്പി കണ്ടിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ഷെയർ ചെയ്യണം, കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യണം കേട്ടോ അത്. ഇനി നമുക്കതിലേക്ക് കഴുകി വച്ചിരിക്കുന്ന അരി ഒന്ന് ചേർക്കാം. എല്ലാം കൂടി നല്ലമാതിരി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് നല്ല ഫ്രഷായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർക്കാം. ഏകദേശം ഒരു 1/2 കപ്പോളം ഉണ്ട് കേട്ടോ അത്. എല്ലാം കൂടെ മിക്സ് ചെയ്തോളൂ. നമ്മൾ ഏത് കപ്പിൽ അരി എടുക്കുന്നോ ആ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം ആദ്യം ചേർക്കുക. നല്ല കാര്യം മിക്സ് ചെയ്യുക. ഇനി ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തോളൂ. അപ്പോൾ 1 കപ്പ് അരിക്ക് 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നല്ല മാതിരി മിക്സ് ചെയ്ത് നോക്കിക്കോളൂ. വെള്ളം നമുക്ക് അരിയുടെ ജസ്റ്റ് മേലിലായിട്ട് നിൽക്കണം. കണ്ടോ, അതുമാതിരി നിൽക്കുക. അപ്പോഴേ അത് കുഴഞ്ഞ് വരാതിരിക്കത്തുള്ളൂ വേകുമ്പം. ഇനി നമുക്ക് വെയിറ്റ് വെച്ചിട്ട് ഒന്ന് വിസിൽ അടിച്ചെടുക്കാം. ഒറ്റ വിസിൽ മതി, പെട്ടെന്ന് വേവുകയുള്ളൂ. ഒറ്റ വിസിൽ നമുക്കത് വെന്ത് കിട്ടും. തണുത്തതിന് ശേഷം അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നോക്കിയേ, എന്ത് നല്ല അടിപൊളി ടൊമാറ്റോ റൈസാണെന്ന്. വളരെ സൂപ്പറായിട്ടുണ്ടോ, നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്, അടിക്ക് പിടിച്ചിട്ടില്ല, പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടത്.
നല്ല സൂപ്പർ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അല്പം അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടിയിട്ട് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിനകത്തിലേക്ക് ചേർക്കാം. റോസ്റ്റായി കഴിയുമ്പോൾ അതും കൂടി ഇതിന് ടൊമാറ്റോ റൈസിനോട് ചേർക്കുക. എല്ലാം കൂടി മിക്സ് ചെയ്യുക, അടച്ച് വയ്ക്കുക. 2 മിനിറ്റ് കഴിഞ്ഞ് സെർവ് ചെയ്യാം. സൈഡ് ഡിഷായിട്ട് തൈര് സാലഡ്, പപ്പടം ഒക്കെ ചേർക്കാം കേട്ടോ. നോൺ വെജുകാർക്ക് വേണമെങ്കിൽ ഒരു മുട്ട റോസ്റ്റും കൂടി വെച്ചോളൂ. എന്ത് അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം. മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് ഞാൻ ഉടനെ വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ബൈ ബൈ.